ഇങ്ങനെ പെരുകുന്നത്? ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പറയുക, കട്ടപ്പനയിൽ ഒരു മന്തിക്കടയില് ഒരു ദിവസം അവര് വാങ്ങുന്നത് 30 കിലോ കോഴി. ആ കട ഒരു ദിവസം ലാഭവിഹിതമായിട്ട് ബാങ്കിൽ കൊണ്ട് അടയ്ക്കുന്നത് 1,90,000, 95,000, 2 ലക്ഷത്തിൽ താഴെ. ഞാൻ പറയുന്നത് ഈ പല മന്തിക്കടകളെ കുറിച്ചും NIA അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപജീവന മാർഗമായി തുടങ്ങുന്ന ഹോട്ടലുകളും തട്ടുകടക്കാരും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് വിടുമ്പോ അനുദിനം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ ഇതൊക്കെ പറഞ്ഞു പൊങ്ങുമ്പോ ഇതിന്റെയൊക്കെ പുറയിലുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ എന്തിനു ഭയപ്പെടുന്നു? 30 കിലോ കോഴിയിൽ നിന്ന് ലാഭം 1,95,000 രൂപ. എന്റെ ഇലാഹായ റബ്ബേ, ഒരു ഫുൾ മന്തിക്കാണെങ്കിൽ 850 രൂപ മുതൽ 900 വരെ. എങ്ങനെല്ലാം കണക്ക് കൂട്ടി നഖം ഇങ്ങനെ കടിച്ച് മാറ്റി കിട്ടും. കണക്കങ്ങോട്ട് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കടയാണ്? പുതിയ 5 മന്തിക്കട തുടങ്ങുമ്പം 20 കട പൂട്ടുകയാണ്. എന്നിട്ടും ഈ 1,95,000 രൂപ ലാഭം കിട്ടുന്ന മന്തിക്കട, അത് 30 കോഴി അതാണ് ലാഭം കിട്ടിക്കോട്ടെ. 30 കോഴി. നിങ്ങൾക്ക് ചേട്ടനെ മനസ്സിലായിട്ടില്ലല്ലേ? ചേട്ടൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് കൂടിയാണ്, പഴയ ഒരു സുവിശേഷ പ്രഭാഷകനാണ്. അതുകൊണ്ടൊന്നും പറയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. ഇയാൾ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കൊക്കെ 4-5 പിള്ളേരുണ്ടാകുമ്പം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിള്ളേരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങേയറ്റം ഉള്ളിൻ്റെ ഉള്ളിൽ ക്രി സംഖ്യയില്ലേ, ആ സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നൈസായിട്ട് ആ ഇസ്ലാമിക വിരുദ്ധത, മുസ്ലിം വിരോധം ഇങ്ങനെ നൈസായിട്ട് ഒഴുക്കി വിടുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അച്ചായൻ ഇത്ര വലിയ ചൊറിച്ചിലും ഈ ഒളിച്ചു കടത്തൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അച്ചായനൊക്കെ ഒരു കാലഘട്ടത്തിൽ കയ്യാളിക്കൊണ്ടിരുന്ന മേഖലകളിലൊക്കെ ഇപ്പം മറ്റു പലരും വരാൻ തുടങ്ങി. ഇപ്പം മുസ്ലിം സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരു കാലത്തിൽ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ കുട്ടികളൊക്കെ നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹം ഭൂരിപക്ഷം ഉള്ള ജില്ലകളിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ അവർ രംഗത്തേക്ക് വന്നപ്പം അതൊരു പ്രശ്നം. രണ്ടാമത്തെ, കച്ചവട മേഖലകളിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള എപ്പോഴും കച്ചവടക്കാരാണ്. അവർ 10 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കടം മേടിച്ചിട്ട് കച്ചവടം ചെയ്യും. അല്ലാതെ ഈ മക്കൾ അയച്ചു കൊടുക്കുന്ന ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാതെ പച്ചമീൻ മേടിക്കേണ്ടത് തുടക്കമീൻ മേടിച്ചും ജീവിക്കുന്നവരൊന്നുമല്ല. നല്ല അന്തസ്സായിട്ട് കച്ചവടം ചെയ്ത് ഏത് സമൂഹം, എവരുടെ ഉത്സവമാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും അതിൻ്റെ വാതിക്ക് ഒരു കട ഇട്ടിട്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുക, ആ കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. ഇതൊക്കെയാണ് മുസ്ലിം സമൂഹം. അപ്പോൾ എല്ലാ മേഖലകളിലും അങ്ങനെ വിജയം കൈയാളുമ്പം ഇരിക്കപ്പുറതി ഇല്ലാത്തതിൻ്റെ അസ്വാസ്ഥ്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പച്ചക്ക് പറഞ്ഞ ആളുകൾ വർഗീയവാദിയാണല്ലോ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ മെല്ലെ താളത്തിൽ ഓളത്തിൽ മന്തിക്കട NIA എന്നൊക്കെ പറയുന്നത്. ചായോ, ആ പഴയ കൂട്ടുകാരനെ നമുക്കറിയാം, അയാൾ പറഞ്ഞിരുന്നു എന്നോട്, കുറേ ഫോട്ടോസും കുറിപ്പുകളൊക്കെ എഴുതി തന്നു. കൈ വെച്ചോ, പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. വല്ലാതെ പറയാൻ നിന്ന ആ സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വിശദീകരിക്കും. അപ്പോൾ പിന്നെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഏത് മന്തിക്കടയിലാണ് 30 കിലോക്ക് 1,95,000 രൂപ ലാഭം? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നാണം, മാനം, ഉളുപ്പ്, സഭയോട് പറഞ്ഞു ഉളുപ്പ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം. നമ്മൾ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ പറയാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഈ വൃത്തികേടുകൾക്കപ്പുറം ഇത് കേട്ടിരിക്കുന്ന പ്രബുദ്ധ മനുഷ്യർ മനസ്സിലാക്കത്തില്ല. ഈ 30 കിലോ കോഴി എങ്ങനെയാണ് 1,95,000 രൂപ ലാഭം കിട്ടുക? ഏത് മന്തിക്കട? 30 കിലോ 5-6 ലക്ഷം ലാഭം കിട്ടുന്ന മന്തിക്കടയുണ്ട്. 30 കിലോ കോഴിയിൽ നിന്ന് ഒരു മന്തിക്ക് 850 രൂപയാണ്. ഈ 30 കിലോ കോഴി, അത് 1 കിലോ കോഴിയാണെങ്കിൽ അതിൻ്റെ ഒരു കോഴി മേടിച്ചാൽ അത് 4 പീസായിട്ട് മാറ്റിയിട്ടാണ് ഒരു മന്തി കൊടുക്കുക. എങ്ങനെയാണ് ഇങ്ങനെല്ലാം കണക്ക് കൂട്ടിയിട്ട് 1,95,000 രൂപ ലാഭം കിട്ടുമെന്ന് ഈ വൃത്തികേട് പറയല്ലേ, നാണക്കേട്. അത്യാവശ്യം മറ്റ് സമൂഹങ്ങളെക്കാൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, അച്ചടക്കമുള്ള ആളുകൾ, അവരെ നാറ്റിക്കരുതെന്ന് പറയണം.